ആരോഗ്യ കാലഘട്ടം നല്ല നല്ല യാത്രകൾക്ക് വേണ്ടി കൊണ്ടു നടക്കണം. ദുനിയാവിൽ നമ്മുടെ ആരോഗ്യത്തെ വെറുതെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. വീട്ടിൽ കിടന്ന് വെറുതെ ഉറങ്ങി നമ്മുടെ സമയങ്ങളെ കളയാൻ പാടില്ല. നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരാകണം. ഖുർആനുകളെ ഖത്മ തീർക്കുന്നവരാകണം. ഖുർആനുമായിട്ട് ബന്ധം വേണം. വീട് ഉദ്ഘാടിക്കാൻ എല്ലാവർക്കും വലിയ ധൃതിയാണ്. ഉമ്മായെ കൊണ്ട് ഉദ്ഘാടിക്കണം, വാപ്പായെ കൊണ്ട് ഉദ്ഘാടിക്കണം, ഉസ്താദിനെ കൊണ്ട് ഉദ്ഘാടിക്കണം, ഭയങ്കര ഒച്ചപ്പാട്. എന്നിട്ട് ഖുർആനുമായിട്ടൊരു കേറുന്നൊക്കെ കണ്ടവർക്ക് ഇപ്പൊ ഹത്തം തീർക്കുന്നു. ഖുർആൻ എടുത്തൊരു മൂലയ്ക്ക് കൊണ്ട് അങ്ങോട്ട് വെക്കാണ്, ഹലാക്ക് അവിടെ ഇരുന്നോ. പിന്നെ അള്ളാഹത്തെ ഖുർആൻ തൊട്ടിട്ടില്ല. ഖുർആനും പിടിച്ചോട്ടൊക്കെ കേറുന്ന കണ്ടു കഴിഞ്ഞാൽ ഓർക്കും ഇപ്പൊ അകത്ത് കയറിയുന്നൊരു ഹത്തം തീർക്കുന്നു. ഇതങ്ങോട്ട് കയറി ഒരു മൂലയ്ക്ക് കൊണ്ട് അങ്ങ് വെച്ചിട്ട് പിന്നെ അല്ല ആ ഖുർആൻ പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. വീട് ഉദ്ഘാടിച്ചതിന് ശേഷം അതവിടെ ഉണ്ടോന്ന് ഇനി പോയി നോക്കണം, ഉണ്ടോന്നുള്ളത് ഒന്ന് പോയി നോക്കിയേക്കണേ. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം അതിന്റെ അവസ്ഥ എന്താണ്? അവിടെ ഇരിപ്പുണ്ടോ വല്ല ചെതലരിച്ചോന്നെങ്കിലും നോക്കണം. ഒരു മനുഷ്യനും ഖുർആൻ ഓതുന്നില്ല. വലിയ ഖുർആന്റെ അഹിലുകാരാണ്. പിന്നെ എങ്ങനെ നന്നാവും? നമുക്ക് ഖബറിലും നമുക്ക് മഹ്ശറിലും ഒക്കെ തുണ ഈ ഖുർആൻ വേണ്ടേ? വേണം. ഓതണ്ടേത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്ഫഉ അൻ മുസ്തമിൽ ഖുർആനി ബൽവ ദുനിയാ ദുനിയാവിലെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു തടുക്കുമേ ഖുർആനിന്റെ ആയാത്തുകൾ കേട്ടാൽ. ഖുർആൻ 30 ജുസ് ആണ്, 114 സൂക്തങ്ങളാണ്. ആ സൂക്തങ്ങൾ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാറ്റലോഗായി വഴികാട്ടിയായിട്ട് നൽകിയതാകുന്ന പരിശുദ്ധമായ ഖുർആനല്ലയോ? ആ ഖുർആൻ എന്തുകൊണ്ടാണ് പാരായണം ചെയ്യാത്തത്? ആ ഖുർആൻ എന്തുകൊണ്ടാണ് പെങ്ങളെ നിന്റെ ജീവിതത്തിൽ കേൾക്കാൻ തയ്യാറാവാത്തത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ യുദ്ഫഉ അൻ മുസ്തമിൽ ഖുർആനി ബൽവ ദുനിയാ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരെ തന്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങളുടെ ഖിറാഅത്തുകൾ വീട്ടിൽ ടിവിയിലോ മറ്റേത് സാധനങ്ങളിലോ ഇട്ടുകൊണ്ട് കേൾക്കാൻ വേണ്ടി ഓഡിയോ പ്ലെയർ ഇട്ടുകൊണ്ട് കേൾക്കാൻ തയ്യാറാകുന്നവരെ ദുനിയാവിന്റെ പരാമുസിബത്തുകളെ തൊട്ട് അല്ലാഹു നിങ്ങളെ കാക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളിൽ പരിപൂർണമായി വിശ്വാസമുള്ളവരുടെ മക്കൾ തീർച്ചയായും ചെയ്യേണ്ട അമലാണ് വീട്ടിനുള്ളിലുള്ളതാകുന്ന ടേപ്പ് റെക്കോർഡുകളിൽ നിന്ന് കേൾക്കേണ്ടത് മോശപ്പെട്ടതാകുന്ന സിനിമാ പാട്ടുകളല്ല, മോശപ്പെട്ടതാകുന്ന രാഗങ്ങളല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ കേൾക്കുന്ന വീട്ടിനുള്ളിൽ മലായികത്തുകൾ കടന്നു വരുകയാണ്. ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാവുകയില്ല, ഒരിക്കലും ഒരു വിപത്തുണ്ടാവുകയില്ല. ദുനിയാവിന്റെ സർവ്വ പരാമുസിബത്തുകളെ തൊട്ട് അല്ലാഹു നിങ്ങളെ കാക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ആഖിറത്തിലെ പരാമുസിബത്തുകളെ തൊട്ട് അല്ലാഹു നിങ്ങളെ കാക്കുമേ. ഖുർആൻ ഖത്മ തീർത്താൽ, ഖുർആൻ പാരായണം ചെയ്താലെങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ഖുർആൻ ഓതാൻ അറിയുന്നവരല്ലേ? ഒന്ന് കൈയുയർത്തിക്ക്, എത്ര പേർക്ക് ഖുർആൻ ഓതാൻ അറിയാം? നോക്കട്ടെ. അല്ലാഹു ബറക്കത്ത് തരട്ടെ. മാഷാ അല്ലാഹ്. ഇനി ഓതുന്നവരെത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾ ആകെ പെട്ടു. എല്ലാ ദിവസവും ഓതുന്നവരെത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ആകെപ്പെടും. നമ്മൾ വാപ്പ മരിക്കണം യാസീൻ ഓതണമെങ്കിൽ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ അതാണ്, ആരെങ്കിലും മരിച്ചാൽ ഓതാനുള്ളതായി മാറി യാസീൻ. അല്ല, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും യാസീൻ പാരായണം ചെയ്യുമായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. വീട്ടിൽ ദാരിദ്ര്യം ഒഴിവാകാൻ റസൂലുള്ള എനിക്കും എന്റെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് വസിയത്ത് ചെയ്തു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സൂറത്തുൽ വാഖിയ പഠിക്കണേ, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ. നിങ്ങളുടെ വീട്ടിലുള്ള പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സൂറത്താണ് സൂറത്തുൽ വാഖിയ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭർത്താവ്
ഭർത്താവ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ട ഭർത്താവിനെ സ്നേഹം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വീട്ടിൽ അനിവാര്യമായി പാരായണം ചെയ്യേണ്ട ഒരു സൂക്തമാണ്, സൂറത്താണ് സൂറത്തുൽ വാഖിയ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പഠിച്ചു വെക്കണം. സൂറത്തുൽ വാഖിയ കാണാതെ പഠിക്കേണ്ട സൂറത്താണ്. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ. പുരുഷൻ ഓതണ്ട എന്ന അർത്ഥത്തിലല്ല, പുരുഷനും ഓതണം. ആ പുരുഷനെ സഹായിച്ചുകൊണ്ട് ഉസ്താദെ ഭർത്താവിന് വലിയ ബുദ്ധിമുട്ടാണ്, ഗൾഫിൽ പ്രവാസ ലോകത്ത് ബുദ്ധിമുട്ടാ, പ്രതിസന്ധിയില്ല, ഇഖാമ കിട്ടുന്നില്ല, ലൈസൻസ് കിട്ടുന്നില്ല, ജോലിയില്ല. നീ ഇവിടെ ഇരുന്നിട്ട് സിനിമയും കണ്ടോണ്ട് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പണി നടക്കത്തില്ല. നീ ഖുർആൻ ഓതണം. സൂറത്തുൽ വാഖിയ ഓത്. സൂറത്തുൽ വാഖിയ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇത് കേവലം കുമ്മനം ഉസ്താദിന്റെ ഒരു വാക്കായിട്ട് നിങ്ങൾ എടുക്കരുത്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം, എങ്കിലേ ഇൻഷാ അല്ലാഹ് ഖൈറുണ്ടാവുള്ളൂ. ഒരു ദിവസം പോലും മുടങ്ങാതെ ഓതി നോക്കിയേ, ജീവിതത്തിൽ ബറക്കത്ത് വരും. നമ്മളിതൊന്നും ഓതുമില്ല, ഒന്നുമില്ല. എന്നിട്ട് ഉസ്താദിനെ തങ്ങന്മാരെ കാണും, അതെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള വകുപ്പ് എന്തെങ്കിലും തരണേ ഉസ്താദേ. അവന്റെ രക്ഷപ്പെടല് ഖുർആൻ കൈവന്ന് എടുക്കുന്നില്ല, എന്നിട്ട് അവന് രക്ഷപ്പെടാൻ നിൽക്കുക. ഖുർആൻ ഓതണ്ടേ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമൽ ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സഹാബ. ഖാലൂ വമൽ ഹാലു വൽ മുർതഹീലു യാ ഹബീബല്ലാഹ്. നബിയേ നബിയേ, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ നുഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്യല, വീണ്ടും തുടങ്ങി വെക്കല, വീണ്ടും പൂർത്തീകരിക്കല, വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കല. ഖുർആൻ ഇങ്ങനെ കറാത്ത മറാത്ത ആവർത്തിച്ച് ഓതുക. അതാണ് ആർക്കിഷ്ടം? അല്ലാഹുവിന് ഇഷ്ടം. നമ്മൾ ഇന്ന് വരെ ഇഷ്ടമുള്ള അമൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് വരെ എന്ത് ചെയ്തു? ഫേസ്ബുക്കിലും വാട്സാപ്പിലും എന്ന് വേണ്ട സോഷ്യൽ മീഡിയയിലും പാതിരാത്രി സമയം 3 മണി വരെ സമയം വരെ കിടന്ന് ഉറങ്ങാതെ വിഹരിച്ചവരല്ലേ? നിർനിദ്രനായിരുന്നുകൊണ്ട് കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും കാമുകനും കാമുകിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ മലീമസപ്പെടുത്തിയവനല്ലേ? ഖുർആൻ ഓതിയോ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വല്ലതും ഓതിയോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു. അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങാറില്ല സഹാബ, അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങാറില്ല സഹാബ. എങ്ങനെയാണ് ഞങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക? റസൂലുള്ളാഹിന്റെ ജീവിതം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച സ്വഹാബത്തിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിത വിജയത്തിന്റെ നിദാനമായി പറഞ്ഞു കൊടുക്കുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറ അലിഫ് ലാം മീം സജദ വസൂറത്തുൽ മുൽക്ക്. അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങാൻ വേണ്ടി പാവിരിക്കലില്ല. ഉറങ്ങാനുന്നതിന് മുമ്പ് 2 സൂറത്ത് റസൂലുള്ള നിർബന്ധമായി പാരായണം ചെയ്യും. ഒന്ന് അലിഫ് ലാം മീം പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു സജദയാ, രണ്ടാമത്തേത് സൂറത്തുൽ മുൽക്കാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. നമ്മളെന്താ പരിപാടി? രാത്രി മെസ്സേജ് അയക്കുക. രാത്രി 3 മണിക്ക് കഴിഞ്ഞിട്ട് മെസ്സേജ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വാട്സാപ്പ് ഫേസ്ബുക്ക് തന്നെ കളി.
ഈ വിരല് രണ്ടും തല്ലിപ്പൊട്ടിച്ച് കളയണം, നല്ല രക്ഷപ്പെടുള്ളൂ. വിരലൊക്കെ നാളെ സാക്ഷി നിൽക്കും എതിരായിട്ട്. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സൂറത്ത് യാസീൻ ഓതുന്ന സഹോദരിയല്ലേ, യാസീനിൽ ഓതിയിട്ടില്ലേ? അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ കത്തിച്ചരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിയിട്ട് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിൽ വിചാരണ ചെയ്യുമ്പോ നാളെ നിന്റേതാകുന്ന വാകളെ അള്ളാഹു സീൽ ചെയ്യുകയാണ്. ഈ ദുനിയാവിൽ കളവ് പറഞ്ഞ നാവല്ലയോ, ഈ നാവ് കൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ നീ സംസാരിക്കേണ്ടതില്ല. കാരണം നീ സംസാരിച്ചത് മുഴുവനും ഹറാമാണ്, ഫിത്നയാണ്. നീ പള്ളിയുടെ വാതിക്കലിരുന്നു കൊണ്ട് ഫനായ ഫസാദ് പറഞ്ഞവനല്ലേ. തൊട്ടടുത്ത കടമുറികൾ പോയിരുന്നു കൊണ്ട് 10 ചായ കുടിച്ചുകൊണ്ട് ആലിമീങ്ങളെ കുറിച്ച്, മുത്തല്ലിമീങ്ങളെ കുറിച്ച്, സജ്ജനങ്ങളെ കുറിച്ച് ഫനായ ഫസാദ് പറഞ്ഞവനല്ലേ. നിന്റെ നാവിനെ തുറക്കണ്ട കേട്ടോ പെങ്ങളെ. വൈകുന്നേര സമയത്ത് കൂട്ടുകാരികളുമായി മതിലിൽ ഓരത്തിരുന്നു കൊണ്ട് അയൽവാസികളുമായി കിന്നാരം പറഞ്ഞവളല്ലേ, അനാവശ്യം സംസാരിച്ചവളല്ലേ. നീ നാവ് കൊണ്ട് ഇന്നിന് സംസാരിക്കണ്ട കേട്ടോ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ ദുനിയാവിൽ നിനക്ക് സംസാര വൈഭവം നാവ് കൊണ്ട് നൽകിയിരുന്ന, അതിലൊരു ഭാഷയെ സായക്തമാക്കി നൽകിയിരുന്ന ആ സംസാരം കൊണ്ട് നാവിട്ടടിക്കുമ്പോ അതിലൂടെ ഒരു ഭാഷയുണ്ടാവുകയും അതിലൂടെ ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നുവെങ്കിൽ ആ നാവിന്റെ സംസാര വൈഭവത്തെ അള്ളാഹു ഇല്ലാതാക്കുകയാണ്. ഇന്ന് നിന്റെ കൈകൾ രാത്രിയിൽ മുഴുവനും ചലിപ്പിച്ചതാകുന്ന ഈ കരങ്ങളില്ലേ, ഈ കൈകളില്ലേ, വിരലുകളില്ലേ, നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ നിനക്കെതിരായിട്ട് ഈ കൈകൾ സാക്ഷി നിൽക്കുന്നതാണ്. ഈ കൈകളാണ് പടച്ച റബ്ബിനോട് സംസാരിക്കുക. നീ ചെയ്തതാകുന്ന നന്മകൾ, നീ ചെയ്തതാകുന്ന നീചകൃത്യങ്ങൾ എല്ലാം ഈ കൈകൾ വിളിച്ചു പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മോശപ്പെട്ട ചാറ്റിംഗ് നടത്തിക്കൊണ്ട് നിലകൊണ്ടതാകുന്ന പെണ്ണല്ലേ, മോശപ്പെട്ട ചാറ്റിംഗ് നടത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിന്റെ അകത്തളങ്ങളെ ഈ കിളിപ്പെടുത്തിയതാകുന്ന ചെറുപ്പക്കാരനല്ലേ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ നിന്റെ കൈകൾ സാക്ഷിയെതിരായിട്ട് നിൽക്കുകയാണ്. ദുനിയാവിൽ ഖുർആൻ പിടിച്ച കൈകളാണോ, മാതാവിന്റെ കൈക്ക് പിടിച്ചതാകുന്ന കൈയാണോ, വാപ്പാക്ക് ഖിദ്മത്ത് എടുത്ത കരങ്ങളാണോ, പാവപ്പെട്ട യതീം മക്കളുടെ തലയിൽ തലോടിയ കൈകളാണോ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കയറാൻ പള്ളിയുടേതാകുന്ന മിമ്പറിലും മേറാവിലും പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത കരങ്ങളാണോ, ഒരുപാട് പാവപ്പെട്ടവർക്ക് സദഖ കൊടുത്തതാകുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ കരങ്ങളാണോ, എങ്കിലും നീ വേദനിക്കേണ്ട, ദുഃഖിക്കേണ്ടതില്ല. നാളെ നിന്റെ കൈകൾ വിളിച്ചു പറയുക ഖൈറാ, നീ ചെയ്തതാകുന്ന നന്മകളെ വിളിച്ചു പറയുകയാണ്. വതശ്ഹദു അർജുലുഹും, ജനങ്ങൾക്ക് കൈകൾ നന്മകൾ പറയുമ്പോ, ജനങ്ങളുടെ കൈകൾ തിന്മകൾ വിളിച്ചു പറയുമ്പോ, ആ നന്മ തിന്മകൾക്ക് പരിപൂർണമായി പിന്തുണ വെച്ചുകൊണ്ട് നിന്റെ കാലുകൾ നിനക്ക് സാക്ഷി നിൽക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നാളെ നിനക്ക് അനുകൂലമായും പ്രതികൂലമായും നിലകൊള്ളുന്നത് ഈ കൈകളും ഈ കാലുകളുമാണ്. നീ നന്മ ചെയ്താൽ കൈകൾ ഖൈറായത് വിളിച്ചു പറയും, നീ ചെയ്ത നന്മകൾ പറയും. നീ ചെയ്തത് തിന്മയാണ്, രാത്രിയിരുന്ന് ഫുള്ള് ചാറ്റിംഗ് ആയിരുന്നു ഉസ്താദേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഹോമേ, ഈ കൈകൾ കൊണ്ട് ചെയ്തിട്ടുള്ളത് മുഴുവൻ നാളെ വിളിച്ചു പറയും. ആർക്കൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ട്, എപ്പോഴൊക്കെ വിട്ടു, ഏതൊക്കെ സമയത്ത് വിട്ടു, ലാസ്റ്റ് സീൻ എപ്പോഴൊക്കെയാണ് അടിച്ചു വിട്ടത്, എല്ലാം വിളിച്ചു പറയും. അത് മുഴുവനും നിന്റെ കാല് സാക്ഷി നിൽക്കും. ആരാ ഇത് പറഞ്ഞത്? ഖുർആൻ, സൂറത്ത് യാസീൻ. വേറെ ഒരു സൂറത്തുമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന സൂറത്തായതുകൊണ്ട് അല്ലാഹു ആ ആയത്തിൽ തന്നെ വെച്ച്, ആ സൂറത്തിൽ തന്നെ എല്ലാരും പഠിച്ചോട്ടെ. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വാകൾക്ക് സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, ഇന്നിപ്പോ കൈ ഇങ്ങനെ കാണിക്കുമ്പോ ഒന്നും സംസാരമൊന്നുമില്ല. ഇന്നിപ്പോ ഈ നാവിട്ടിങ്ങനെ അടിക്കുമ്പോൾ ഇതിലൊരു സംസാരം ഉണ്ടാവുന്നു, ഒരു സംസാര ഭാഷയുണ്ടാവുന്നു. ഈ നാവിട്ട് ഞാനിങ്ങനെ ചലിപ്പിച്ചപ്പോൾ ഈ മൈക്കിലൂടെ, ഈ ബോക്സിലൂടെ ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർക്ക്, ലൈവ് കേൾക്കുന്നതാകുന്ന മുഅ്മിനീങ്ങൾക്ക് അവർക്കൊരു സംസാര ഭാഷ ഉണ്ടായി. പ്രത്യേകമായി അവർ തിരിയുന്നു, മനസ്സിലാക്കുന്നു. നാളെ ഈ നാവിന് സംസാര വൈഭവം കൊടുത്ത അള്ളാഹു കൈകൾക്ക് സംസാര വൈഭവം കൊടുത്തിട്ട് നാവിന്റെ സംസാര വൈഭവത്തെ ഇല്ലാതാക്കും.
മനസ്സിലാകുന്നുണ്ടോ? നാളെ നടക്കാൻ പോകുന്ന സംഗതിയാണ്. അപ്പൊ ഈ ദുനിയാവിൽ കള്ളസാക്ഷി പറഞ്ഞവനൊന്നും വേണ്ടാൻ പറ്റൂല. കാരണം കൈയെല്ലാം വിളിച്ചു പറയാൻ നീ ചെയ്ത സകല കാര്യങ്ങളും നന്മ ആർക്കറിയാം? കൈക്കറിയാം. നീ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഈ കൈയുടെ സ്വാധീനമുണ്ട്. ഹജ്ജിന് പോയപ്പോ, ഉംറയ്ക്ക് പോയപ്പോ, സദക്ക ചെയ്തപ്പോ, തിന്മകൾക്കും ഈ കൈക്ക് സ്വാധീനമുണ്ട്. വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്തപ്പോ, ഫേസ്ബുക്കില്, ഇൻസ്റ്റഗ്രാമില്, സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളി അന്യരാകുന്ന പെണ്ണിന്റെ ശരീരത്തിൽ പിടിച്ചു, അന്യ പുരുഷനിലേക്ക് പിടിച്ചു, ഒക്കെ ഈ കൈക്ക് സ്വാധീനമുണ്ട്. നിന്റെ കാല് സാക്ഷിയുണ്ട്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ വ്യഭിചരിക്കുമ്പോ ഈ കാല് രണ്ടും നിന്നോടൊപ്പം ചേർന്ന് നിൽക്കാൻ. ഈ കൈകാലുകൾ നിനക്ക് എതിരായി സാക്ഷി പറയുന്ന ഒരു ഘട്ടം വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ വല്ലാതെ വ്യസനിക്കുകയാണ്. മഹ്ശറയിലും അല്ലാഹു ചോദിക്കുന്നത് നിന്റെ ആരോഗ്യത്തെ പറ്റിയാണ്. അലം നുസഹി ജിസ്മക വനുറവീക മിനൽ മാഇൽ ബാരിദ്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്ന സമയത്ത് 5 മലക്കുകൾ കടന്നു വരും. അതിലൊന്നാമത്തെ മലക്ക് ആദ്യമായി ചോദിക്കുന്ന ചോദ്യവും നിന്റെ ആരോഗ്യത്തെ പറ്റിയാണ് എങ്കിൽ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുമ്പോഴും ആദ്യമായി നിന്നോട് ചോദിക്കുന്നത് അലം നുസഹി ജിസ്മക വനുറവീക മിനൽ മാഇൽ ബാരിദ്. ദുനിയാവിൽ നിസ്കരിക്കാതെ നടന്ന മനുഷ്യ, നിനക്ക് നാം നല്ല ആരോഗ്യം നൽകിയിരുന്നില്ലയോ? ബുദ്ധിമുട്ട് അനുഭവിച്ചു നിരുന്നതാകുന്ന ഘട്ടത്തിൽ തണുത്ത വെള്ളം കൊണ്ട് അള്ളാഹു നിന്റേതാകുന്ന ബുദ്ധിമുട്ട് നിനക്ക് ശമനം നൽകിയില്ലേ? ദാഹം ശമിപ്പിച്ചവനല്ലേ? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് എന്തേ നീ നന്ദി പ്രകാശിപ്പിക്കാതിരുന്നത്? നമുക്ക് നൽകിയ ആരോഗ്യമൊക്കെ വെറുതെ നിസാരമാക്കി കളഞ്ഞു. ലഹരി നുണഞ്ഞും അതുപോലെ തന്നെ അശ്ലീലമാക്കപ്പെട്ടത് കണ്ടും നിസ്കരിക്കാതെയും ബാത്തെടുക്കാതെയും ഒക്കെ നടന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പുരുഷന്മാരൊക്കെ ഇന്ന് പച്ച കുത്തിക്കൊണ്ട് നടക്കാൻ കയ്യും കാലിലും ഒക്കെ. സ്ത്രീകളുണ്ട് നെഞ്ചത്ത് കുത്തിവെച്ചിരിക്കണം ഭർത്താവിന്റെ പേര്, വലിയ വലിപ്പത്തിൽ, 1/2 പേജുണ്ട് നെഞ്ചത്ത്. ഹൃദയത്തിനകത്തില്ല, ഹൃദയത്തിനകത്ത് വേറെ ആളാണ്, പുറത്ത് ഇക്കായ. കാരണം ഇക്കാടെ കാശ് മതി, കടലി വഴി ബില്ല് വരുമ്പോ കാശ് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഭർത്താവ് എന്നതിന് പേരിന് ബില്ലടയ്ക്കാൻ, ഗൂഗിൾ പേ ചെയ്യാൻ, ഫോൺ പേ ചെയ്യാൻ ഭർത്താവ്, കാമുകനുമായിട്ടല്ലാതെ ബാക്കി പരിപാടി. അതിന് ഭർത്താവിനെ സൂപ്പിക്കാൻ നെഞ്ചിലൊരു പേര് കുത്തിവെച്ചു. ആ പരിപാടി ഇസ്ലാമിൽ പെട്ടതല്ല. ഏത്? നെഞ്ചിൽ പേര് കുത്തിവെക്കുക, പച്ചവെക്കുക. നെഞ്ചിലെന്നല്ല, ശരീരത്തിൽ എവിടെയും പറ്റൂല. قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലഅനല്ലാഹുൽ വാസിമാതി വൽ മുസ്തൗശിമാതി വന്നാമിസാതി വൽ മുതനമ്മിസാതി والمتفلجات للحسن المغيرات خلق الله. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ലഅനല്ലാഹുൽ വാശിമാത് വൽ മുസ്തൗശിമാത്. ശരീരമാസകലം പച്ചകുത്താൻ ആവശ്യപ്പെടുന്നവരെയും ശരീരമാസകലം പച്ചകുത്തുന്നവരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. അല്ലാഹു ശപിച്ചതായി ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇന്നിപ്പോ ഇല്ലേ ചെറുപ്പക്കാരൊക്കെ ഇതെന്നെ പരിപാടി, കയ്യിലും കാലിലും ഒക്കെ. അല്ലാഹുവേ, എങ്ങനെ ഒളു ശരിയാവും? ഇനി ഒളു ശരിയാന്ന് മസല അവിടെ നിൽക്കട്ടെ, ഇത് ചെയ്യാൻ ആരാ നിന്നോട് ഇത് പറഞ്ഞത്? മോമിനീങ്ങൾക്ക് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലിമീങ്ങളോട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. മുമ്പ് അങ്ങനെയല്ല. ഒരു ബിസിനസ്സിന് ഇറങ്ങുന്നതിന് മുമ്പ് സമുന്നതരായ മഹല്ലിലെ ഖാദിമാരോട്, ഉലമാക്കളോട് ആ വിഷയത്തിലൊന്ന് തേടും. എങ്ങനെയാണ് ഉസ്താദ്, ഞാൻ ഇന്ന ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ട്, പറ്റുമോ? ഇന്നിപ്പോ അതൊന്നുമല്ല. ഇന്ന് എല്ലാ ഷെയർ ബിസിനസ്സുകളിലും എല്ലാ കാര്യങ്ങളും പോയി കൂടും, മണി ചെയിനിലൊക്കെ കൂടി അവസാനം തകർന്ന് തരിപ്പണമായിട്ട് നാമവിശേഷമാകുമ്പോ ഖാദിയാരേ ദിക്റുണ്ട്, അവന്റെ ഖാദിയാര് അള്ള ഹയവാൻ. ഇത്രയും നാൾ അവനൊന്നും വേണ്ടായിരുന്നു, പള്ളിയും വേണ്ട, ഒന്നും വേണ്ട, പുറകെ നടന്നവനാണ്.
എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ ഒരു കോഴിമുട്ടയായിട്ട് വരും നമ്മുടെ തലയിലൊന്ന് വെച്ച് മന്ത്രിച്ചാണ്. കോഴിമുട്ട വെച്ച് മുൾസയടിച്ച് കുടിക്കും. അതുകൊണ്ടെങ്കിലും റാഹത്താട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാം തകർന്നു കഴിയുമ്പോൾ ഇവന് മന്ത്രിച്ചു ഊതണം. അതല്ലേ ഇപ്പൊ നടക്കുന്നത്. ഒരു വിഷയം നമ്മൾ ആലിമീങ്ങളോട് ചോദിക്കലുണ്ടോ? പച്ച കുത്തിയിട്ട് ഇങ്ങനെ നടക്കുക, ട്രൗസർ വിട്ടോണ്ട് ബീച്ച് റോഡി വടകര ബീച്ചിൽ കൂടെ നടക്കുക. എങ്ങനെ നിനക്കിത് അനുവദനീയമാവും? ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാതി വന്നാമിസാതി വൽ മുതനമ്മിസാത്. പച്ച കുത്തുന്നവരെയും പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയിൽ എത്രയെത്ര ആളുകളാണ് അത്തരത്തിലുള്ള രീതികൾ അവലംബിക്കുന്നവർ. വന്നാമിസാതി വൽ മുതനമ്മിസാത്, പിരികം ത്രെഡ് ചെയ്യുന്ന സഹോദരിമാരില്ലേ, അല്ലാഹുവിന്റെ റസൂൽ നിഷിദ്ധമാക്കിയതാണ്. അല്ലാഹു ശപിച്ച വിഭാഗമാണ്. അല്ലാഹു ശപിച്ചതാണ് ഇബ്ലീസിനെ. അല്ലാഹു ശപിച്ച ഇബ്ലീസിനെ സർവ്വ അമ്പിയാക്കൾ ശപിച്ചു അത്രേ. ഔലിയാക്കൾ ശപിച്ചു, മഹത്തുക്കൾ ശപിച്ചു, മുഅ്മിനീങ്ങൾ ശപിച്ചു. ഇന്നും വരാനിരിക്കുന്ന ജനകോടികളും കഴിഞ്ഞു കടന്നു പോയതാകുന്ന സർവ്വ മുസ്ലിമീങ്ങളും ശപിച്ച വിഭാഗമാ. അതുകൊണ്ട് മനസ്സിലാക്കണേ, അല്ലാഹു ശപിച്ച വിഭാഗമാണ് പച്ചകുത്തലും പിരികം പ്ലക്ക് ചെയ്യലും ത്രെഡ് ചെയ്യലുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആഴ്ചയിൽ 2000 രൂപ കൊണ്ട് കളയും പിരികം ത്രെഡ് ചെയ്യുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പക്ഷേ പിരികം പ്ലക്ക് ചെയ്യുക, ത്രെഡ് ചെയ്യുക ഷാഫി മദ്ഹബിൽ ഒരു വിഭാഗം ആളുകൾ അനുവദിച്ചിട്ടുണ്ട്. ആ മസാല പറയുമ്പോ തീർത്തു പറയണം. പച്ച കുത്തുന്നതിന് ആർക്കും അനുവദനയില്ല. അത് ആർക്കും പറ്റൂല, പാടില്ല. പുരുഷന്മാർക്കും പറ്റൂല, സ്ത്രീകൾക്കും പറ്റൂല. പിരികം ത്രെഡ് ചെയ്യുന്നവരാ, പ്ലക്ക് ചെയ്യുന്നവരാ സ്ത്രീകളാണ്. അത് അനുവദിച്ചിട്ടുണ്ട്. ആർക്ക്? ഷാഫി മദ്ഹബിൽ ഒരു വിഭാഗം ആളുകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ഉലമാക്കൾ. അത് വിവാഹം കഴിഞ്ഞ സഹോദരിമാർക്ക് ഭർത്താവിന്റെ അനുമതി ഉണ്ട് എങ്കിൽ. അങ്ങനെ ഒരു മസലയാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു സമാധാനം. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഇക്കാടെ അനുവാദം, ഇക്കാക്ക് എന്തായാലും അനുവാദം വാങ്ങുന്ന കാര്യം ഉത്സാഹം നമ്മളെത്തി. ഇതുവരെ പോകാതിരിക്കരുത്. നാളെ തന്നെ പേശിന് ചെയ്തിട്ട് കാര്യം ഹലാക്കായി. പക്ഷെ ഇത് കൂടുതൽ ചെയ്യുന്നതാരാ? 10ാം ക്ലാസ്സിലും +2നും BA-ക്കും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്തിട്ട് കൊമ്പ് ഓർത്തിരിക്കുക. പാടില്ല. വിവാഹത്തിന് മുമ്പ് ഹറാമാണ്. വിവാഹത്തിന് ശേഷം സുന്നത്തെന്നല്ല, നിർബന്ധമെന്നുമല്ല പറഞ്ഞത്, അനുവദനീയം, ജായിസ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അനുവദനീയം. അപ്പോഴും ഉലമാക്കൾ പറയുന്നു മറ്റ് മദ്ഹബുകളുടെ വീക്ഷണത്തിൽ അത് നിഷിദ്ധമായതുകൊണ്ട് അത് ചെയ്യാതിരിക്കലാണ് അപ്പോഴും നല്ലത് എന്ന് മാറ്റുക. അപ്പൊ അത് ഒഴിവാക്കലാണ് നല്ലത്. എന്തായാലും കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇതൊക്കെ ഒന്ന് റാഹത്തായിട്ടിരുന്ന് വിവാഹം കഴിച്ച് ഇനിയിപ്പോ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോ ഇതാരെ കാണിക്കാൻ വേണ്ടി പിരികം ത്രെഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും ഉള്ളത് റാഹത്തായിട്ടിരിക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കല്യാണത്തിന് മുമ്പാണ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? കല്യാണത്തിന് മുമ്പ് അത് അനുവദനീയമല്ല. കല്യാണത്തിന് ശേഷം ഇനി ആരെ കാണിക്കാനാണ്? ഇനിയിപ്പോ ഉള്ള ഭർത്താവുമായിട്ട് റാഹത്തായിട്ട് ജീവിതം നയിച്ചു പോകും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളല്ലെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയ സൃഷ്ടിപ്പിലിട്ടിട്ട് പണിയാൻ നിൽക്കണ്ട. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു ഏറ്റവും നല്ല വൃത്തിയായ കോലത്തിലും രൂപത്തിലും ഭാവത്തിലുമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്ന് വേണ്ട കോടാനുകൂടി ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, വരാനിരിക്കുന്നുണ്ട്, വന്നവരുണ്ട്. ഓരോരുത്തരുടെ മുഖകമലം വ്യത്യാസമാണ്. ഒരാളെ പോലെ മറ്റൊരുത്തനില്ല. ഇനി അങ്ങനെ ഒരുത്തന് മുഖം കൊണ്ട് ചായ മൊത്താൽ തന്നെയും മക്കൾ രണ്ടുപേരും ഒരേപോലെ തന്നെ വന്നാൽ പോലും അവരുടെ തമ്പുകൾ വ്യത്യാസമാണ്. അതുകൊണ്ടല്ലേ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കൈവെക്കും, വിരല് വ്യത്യാസമാണ്. ആ തമ്പുകൾ കൊടുത്തിരി. നോക്കൂ നിങ്ങൾ, കോടാനുകൂടി ജനങ്ങളെ സൃഷ്ടിച്ച അല്ലാഹു വരുന്നിരിക്കുന്നതും വരാനിരിക്കുന്നതുമാകുന്ന ജനകോടികളുടേതാകുന്ന വിരലിൻ്റെതാകുന്ന തുഞ്ചം അല്ലാഹു വ്യത്യാസമായിട്ടാണ് പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നോക്കിയിട്ട് പഠനം ഉൾക്കൊള്ളുന്നില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തുകൊണ്ട് മനുഷ്യൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുന്നില്ല? വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നതാകുന്ന വ്യത്യസ്തമായ നിഅമത്തൊന്ന് ചിന്തിക്കാൻ. മക്കളൊക്കെ വ്യത്യസ്തതാകുന്ന മുഖഭാഗം. ഇല്ലെങ്കിൽ ഉമ്മാക്ക് എങ്ങനെ തിരിയ? മക്കളെ എങ്ങനെ തിരിയും? ആളുകളെ എങ്ങനെ തിരിയും? എല്ലാവരും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും. എന്താ നമ്മളിതൊക്കെ ചിന്തിക്കണം. നമ്മളിങ്ങനെ വെറുതെ ജീവിച്ചു പോലല്ല. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, ഈ ഭൗമഗോലത്ത് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ, അതിലൊക്കെ ചിന്തിക്കണം നമ്മൾ. അതുകൊണ്ടാണ് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ലേ? ബുദ്ധിയില്ലേ?
അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ഇതുകൊണ്ട് ദൃഷ്ടാന്തം ഉൾക്കൊള്ളുന്നവരാകുന്നില്ലേ, ഉൾക്കാഴ്ചയുള്ളവരായിട്ട് മാറുന്നില്ലേ? ഖുർആൻ അടിക്കടി ചോദിക്കുക. നമ്മളിത് ചിന്തിക്കാത്തതെന്ന് ചിന്തിച്ചിട്ടില്ല. ഈ വിരല് മാത്രം ചിന്തിച്ചാൽ വേറെ ഒന്നും ചിന്തിക്കണ്ട. എയർപോർട്ടിൽ നമ്മുടെ ഓരോരുത്തരുടെയും അതുപോലെ തന്നെ കണ്ണിന്റെ കൃഷ്ണമണികൾ നോക്കിയിട്ട് പ്രത്യേകമായിട്ട് ആളുകളെ സ്കാൻ ചെയ്ത ആളുകളെ അടയാളപ്പെടുത്താൻ. അതുകൊണ്ടാണല്ലോ പുറം നാടുകളിലേക്ക് പോകുമ്പോൾ കണ്ണും നമ്മുടെ കൈകളും വെച്ചിട്ടാണ് അവർ സ്കാൻ ചെയ്ത് ആളെ വിടുന്നത്. തിരിച്ചുകൊണ്ട് വരുമ്പോൾ ഇയാൾ എത്തിയിട്ടുണ്ട്. കാരണം അയാളെ പോലെ അയാൾ മാത്രമേ ഉള്ളൂ, വേറൊരുത്തനില്ല. അള്ളാഹു കൊടുത്തിരിക്കുന്ന വലിയ ദൃഷ്ടാന്തമാണ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ. വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്നി അൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്. പല്ലുകൾ രാഗുന്ന ആളുകൾ സൂക്ഷിക്കണേ, നിഷിദ്ധമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഹറാമാക്കിയ സംഗതിയാണ്, അള്ളാഹു ശപിച്ച വിഭാഗമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പല്ലിന്റെ കറ കളഞ്ഞു ക്ലീൻ ചെയ്തു, അതല്ല ഈ പറയുന്നത്. ചിലരുണ്ട് പല്ല് രാഗി ക്ലീനാക്കി എപ്പോഴും അതിന്റെ പുറകെ നിൽക്കുക. അൽ മുതഫല്ലിജാതിൽ ഹുസ്ൻ, നല്ല സൗന്ദര്യത്തിന് വേണ്ടിയൊക്കെ പല്ലിനെ രാഗി ക്ലീനാക്കി 24 മണിക്കൂറും പല്ലേന്ന് പറഞ്ഞ് നിൽക്കുന്നതായ ആളുകളെ തീർച്ചയായിട്ടും മനസ്സിലായിക്കോ, അള്ളാഹു ശപിച്ച വിഭാഗമാണ്. കാരണം റബ്ബ് സൃഷ്ടിച്ചതാകുന്ന ഒരു രൂപവും ഭാവവും ഉണ്ട്, അതിനകത്ത് ഓവറായിട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നാക്കാൻ നീ നിൽക്കേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പച്ച കുത്തുക, പിരികം ത്രെഡ് ചെയ്യുക, പല്ല് രാകുക ഒക്കെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു. നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, ലഹരി നുണഞ്ഞ മറ്റൊന്നും നശിപ്പിക്കാൻ പാടില്ല, അതൊക്കെ ഈമാൻ തെറ്റിപ്പോകുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ മലക്ക് തന്നെ രണ്ടാമത്തെ ചോദ്യം അവരോട് ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, നിന്റെ നാവിനെന്ത് പറ്റിയടാ, നാവിനെന്ത് പറ്റിയടാ? ഒരുപാട് കാലം നീ സംസാരിച്ചവനെന്നവനല്ലേ, ജനങ്ങൾക്കിടയിൽ ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊണ്ടവനല്ലേ, 10 പേരെ കിട്ടുമ്പോൾ അവരുടെ മുന്നിൽ വാക്ചാതുര്യം കൊണ്ട് നിറഞ്ഞു നിന്നവനല്ലേ, 10 പേരുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സംസാരിച്ചവരെ തറ പറ്റിച്ചവനല്ലേ. ഒമാ അസ്കതഹുല്ലോ, ഇന്ന നാവ് അനക്കാൻ പറ്റാത്തതെന്താണ്? മരണാസന്നനായി കിടക്കുകയാണ്, കൈകാലുകൾ അനക്കാൻ പറ്റുന്നില്ല, ചലിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു കാലഘട്ടത്തിൽ വലിയ ആരോഗ്യ ദൃഢഗാത്രനായ സമൂഹത്തിൽ വരസിയവനാണ്, ബോക്സിംഗ് ചാമ്പ്യനായി നിലകൊണ്ടവനാണ്, കമ്മിറ്റി ഭാരവാഹിയായി നിലകൊണ്ടവനാണ്, എല്ലാ നിലക്കും സമൂഹത്തിനും ജനങ്ങൾക്കും സുദീർഘമാകുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊണ്ടവനാ. ഇന്ന് മരണാസന്ന വേളയിൽ കടക്കുകയാണ്. നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, സമൂഹമുണ്ട്, സമുദായമുണ്ട്, ഇതര സമുദായത്തിലെ ജനങ്ങളുണ്ട്. എല്ലാവരും വന്ന് നോക്കി നിൽക്കവേ അനങ്ങാൻ പറ്റാത്തതാകുന്ന ഈ മനുഷ്യൻ അവന്റെ ചാരത്ത് വന്നുകൊണ്ട് മലക്ക് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ വാചാതുര്യമുള്ള നാവ് എവിടെ പോയി? വമാ അസ്കതഹുൽ നാവിനെ അശക്തമാക്കിയ കാര്യമെന്താണ്? കാര്യമെന്താണ്? നിന്റെ നാവിന്ന് ചലിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്ത് പറ്റി? മലക്ക് നിന്നോട് ചോദിക്കും. എന്താ മറുപടി കൊടുക്കാൻ? മരണാസനായി കിടക്കാൻ നാവനക്കാൻ പറ്റുന്നില്ല, എന്താണ് മറുപടി കൊടുക്കുക? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ നാവ് കൊണ്ട് ഇന്ന് വരെ എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലി, എത്ര അൽഹംദുലില്ലാഹ് ചൊല്ലി? മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി 70,000 തഹ്ലീൽ ചൊല്ലി, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി കുടുംബാദികൾ ചൊല്ലിയിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും മുഅ്മിനീങ്ങൾ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ നരകത്തിൽ നിന്നുള്ള മോചനപത്രം കിട്ടും, നരകീയ ശിക്ഷയിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കും. ഇമാമികൾ രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ അഹ്ലുസുന്നയുടെ പ്രവർത്തകർ മരിച്ച വീട്ടിൽ എവിടെ എന്ത് ചെയ്യും? തഹ്ലീൽ ചൊല്ലി തുടങ്ങും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ തന്നെ നിലണം, നല്ല വൃത്തിയായിട്ട്. നമ്മൾ കുറെ ലായിലായാലും തന്നെ എന്താ പരിപാടി? ഇങ്ങനെയൊക്കെ ചെല്ലിട്ട് എന്ത് കാര്യം? ഒരു ഗുണവും ഇല്ല. കബറി കിടക്കുന്ന എഴുതിയിട്ട് ഒരൊറ്റ അടി തരും, അള്ള ഹയവാന്, ഒരു ഗുണവും ഇല്ല. ഈ സൈസ്
കാരണം ഇതിന്റെ ഓരോ ഹർഫും ഹർക്കത്തും കറക്റ്റ് ഉച്ചരിക്കണ്ടേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഹാ ഒക്കെ ഉച്ചരിക്കണം. ഉമ്മ അത് ആർക്കാനും വേണ്ടി ഓക്കാനിക്കാൻ അങ്ങനെയൊക്കെ ഇട്ട് ചൊല്ലി തീർക്കാൻ കേട്ടോ. അതെ 70,000 ചൊല്ലി കേട്ടോ. എന്റെ ഒക്കെ 70,000 കേട്ടോ. 3 ഫാത്തിഹത്താണ് അവന്റെ 70,000. ആർക്കാണ് നിന്റെ 70,000? എങ്ങനെ ചൊല്ലിയത്? മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഓതിയുന്ന ഓതലുകൾ ദിക്റുകൾ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ചുമ്മാ തോന്നുന്നത് പോലെ എന്റെ 70,000 എഴുതിക്കോ, എന്റെ 10,000 എഴുതിക്കോ എന്നും പറഞ്ഞ് ചുമ്മാ അങ്ങ് പറയുന്ന ആളുകളുണ്ട്. കാരണം സമൂഹത്തിന്റെ മുന്നിൽ മകനാണല്ലോ അല്ലെങ്കിൽ മകളാണ്. അപ്പൊ ആൾക്കാർ വിചാരിക്കത്തില്ലേ 3-ാം ഫാത്തിഹയുടെ ഇവനൊന്നും ഒന്നും ഓന്നില്ല ഹയവാൻ, ചുമ്മാ വെറുതെ ഇങ്ങനെ ഫുഡ് അടിച്ചു നടക്കാൻ, ഉള്ള കുഴിമന്തിയും കിഴിപൊറോട്ട അടിച്ച് ചുമ്മാ നടക്കുന്നതല്ലാതെ MRI പോയി എപ്പോഴും ഫുഡ് അടിക്കുന്നതല്ല, ഇവനൊന്നും ഗുണമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പറയുമെന്ന് കരുതിയിട്ട് ഇവരെന്ത് ചെയ്യണം? അവിടെ നിന്നിട്ട് പറയും എന്റെ വക 10,000, എന്റെ വക 3 ഹത്തം. 3 കൊല്ലുഹല്ലോ ഓതിയിട്ടില്ല. എന്നിട്ടാണ് ഈ ഹയവാൻ പറയുന്നത് 3 ഹത്തം. ഇനി ഓയ്ത്തീർത്തിരിക്കുന്ന എങ്ങനെ? ചുമ്മാ കൊടുന്ന് പറഞ്ഞ് ഓയ്ത്തീർക്കാൻ. നല്ല വൃത്തിക്കൊക്കെ ഓതണം. ഓതുന്നത് വൃത്തിയാകണം. ഓതുന്നതും ചെല്ലുന്നതും ഒക്കെ നല്ല റാഹത്ത്. 70,000 തഹ്ലീല് മരണപ്പെട്ടവർക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നീ ഹദിയ ചെയ്താൽ അവർക്ക് നരകത്തിൽ നിന്നുള്ള മോചനപത്രം, നരകീയ ശിക്ഷയിൽ നിന്ന് അല്ലാഹു കാവൽ കിട്ടും. ഇതൊക്കെ അഹ്ലുസുന്നിയുടെ വിശ്വാസമാണ്, പ്രമാണമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചോദിക്കട്ടെ, ഞാൻ 70,000 വാപ്പാക്ക് വേണ്ടി ചൊല്ലി തീർത്തവരുണ്ടോ? മരണപ്പെട്ടുപോയി ഉമ്മാക്ക് വേണ്ടി ചൊല്ലിയവരുണ്ടോ? കുടുംബാദികൾ ഒന്നായിട്ട് ചൊല്ലിയിട്ടുണ്ട്. നീ സ്വന്തമായിട്ട് വാപ്പയോടും ഉമ്മയോടുള്ള ഹക്ക് വീട്ടിയിട്ടുണ്ടോ? നിൽക്കട്ടെ, നിന്റെ സ്വന്തത്തിന് വേണ്ടി നീ ചൊല്ലിയിട്ടുണ്ടോ? നാളെ നീ മരിച്ചു പോകുമല്ലോ. നിന്റെ മക്കളുടേതാകുന്ന ഇപ്പോഴത്തെ പ്രവർത്തനം കണ്ട് കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും നസിബിയനായും കേയായും ജീവിക്കുന്നതാകുന്ന ഇന്നത്തെ നിന്റെ മക്കളുടെ ജീവിത ക്രയവിക്രയങ്ങൾ കണ്ടിട്ട് നാളെ മരണപ്പെട്ട കബറിൽ കിടക്കുമ്പോൾ നിന്റെ ചാരത്ത് വന്നിരുന്നിട്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പയാണ് ഉമ്മയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതി ദിക്ർ ചെല്ലുന്ന സാലിഹീങ്ങളായ മകനായിട്ട് നിന്റെ മകനെ, നിന്റെ കുടുംബത്തെ നിനക്ക് അടയാളപ്പെടുത്താൻ പറ്റുമോ? ഇല്ല എങ്കിൽ പിന്നെന്തുകൊണ്ട് നീ നിന്റെ സ്വന്തത്തിന് വേണ്ടി നീ ചെല്ലുന്നില്ല? നമ്മൾ നമുക്ക് വേണ്ടി ചെല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000. പഴയ കാലത്ത് ഉമ്മമാരൊക്കെ അത് ചെല്ലുമായിരുന്നു. എന്നിട്ട് എഴുതി വെക്കും. ഇന്നിപ്പോ അതൊന്നും ഇല്ല. ഇന്ന് കയ്യിൽ തസ്ബീഹ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സീരിയൽ ഓരോന്ന് കഴിയുമ്പോൾ ഇങ്ങനെ മറിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അവരുടെ അൽഹംദുലില്ലാഹ്. പരിപാടി തസ്ബീഹൊക്കെ പിടിച്ചിട്ടുണ്ട്. വേറെ കാണുന്നത്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? വലിയ ഹജ്ജുമ്മയാണ്. എന്തോ ഹജ്ജുമ്മ? നിനക്ക് മുമ്പ് ജീവിച്ചു പോയതാകുന്ന നഫീസത്തുൽ മിസ്രിയെയും റാബിയത്തുൽ അദവിയെയും സമുന്നതരാകുന്ന ആലിമീങ്ങളെയും ഉലമാക്കളെയും മഹത്തുക്കളെയും മഹിളകളെയും നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? എന്താ ചെയ്തിട്ടുള്ളത്? പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? നിന്റെ സമ്പാദ്യം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നും കൊടുത്ത് അവനെ ആലിമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെന്ന് പറയാൻ ഏത് വ്യക്തിക്കാണ് അവകാശം ഉന്നയിക്കാൻ സാധിക്കുന്നത്? നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളൊന്നും ചെയ്തിട്ടില്ല. മുൻകാലത്തുള്ള ആളുകളിലേക്ക് ചേർത്ത് നോക്കിയപ്പോ എല്ലാ സിനിമയും കണ്ടു തീർത്തു. ലേറ്റസ്റ്റ് സിനിമ വരെ കണ്ടിട്ടാണ് ഹാജിയാർ ഇരിക്കുന്നത്. ഇരുത്തൊക്കെ കണ്ടു കഴിഞ്ഞവർക്ക് ഒറ്റ സിനിമ വിടത്തില്ല. എല്ലാ സിനിമയും റിലീസ് കൂടി നേരെ പോയി കാണുക. അവസാനം കാതൽ വരെ കണ്ടിട്ടാണ് ഇരിക്കുന്നത്. കാതൽ പോലെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ സിനിമയും കാണും. അത് OTT പ്ലാറ്റ്ഫോമിൽ വരുന്നതും കാണും, അല്ലാത്തതും കാണും. കാരണം നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും ഒക്കെ ഹാജിയാര് പൈസ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം ഇരുന്ന് കുടുംബസമയത്ത് എല്ലാം ഇരുന്ന് കാണുക. എന്നിട്ട് ഭയങ്കര വ്യക്തിയായിട്ട് നടക്കാണ് സമൂഹത്തിൽ. നമ്മളൊക്കെ എങ്ങനെ രക്ഷപ്പെടും സഹോദരങ്ങളെ? എങ്ങനെ രക്ഷപ്പെടും? സമൂഹത്തിന്റെ മുന്നിൽ വലിയ കുപ്പായിട്ടിരുന്നിട്ട് കാര്യമില്ല. ആളുകൾക്ക് മുന്നിൽ മാന്യത നടിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ മാന്യതയുള്ളവരാണോ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടേതാകുന്ന ശാരീരിക ഘടനയിലേക്കോ, നിങ്ങളുടേതാകുന്ന സമ്പത്തിന്റെ വലിപ്പത്തിലേക്കോ, നിങ്ങളുടേതാകുന്ന വസ്ത്രവിധാനത്തിലേക്കോ, ഉടയാടകളിലേക്കോ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. വഞ്ചിയത്തുള്ള ഏതെങ്കിലും വലിയ കുടുംബ മഹിമയോ തറവാട്ട് മഹിമയോ കുടുംബത്തിന്റെ വലിപ്പമോ വാപ്പയുടെ വലിപ്പമോ പറഞ്ഞുകൊണ്ട് ഒരുത്തനും സ്വർഗം പുൽകാമെന്ന് കരുതേണ്ടതില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. നമ്മൾ എന്ത് ചെയ്തു എന്നതിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. നമ്മുടെ അമലിലേക്കല്ല, മനുഷ്യന്റേതാകുന്ന ഹൃദയത്തിലേക്ക് നോക്കാൻ.
എന്ത് കാര്യത്തിലാണ് ഇത് ചെയ്തത്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ഇഖ്ലാസ് വെച്ചുകൊണ്ടാണോ ചെയ്തത്? റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത്? അങ്ങനെയൊന്ന് ഉലങ്കശമായി പരിശോധിച്ചാൽ നമ്മളൊക്കെ 000 അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ഒന്ന് ചിന്തിച്ചാ പോയി അല്ലേ? ശരീരത്തിലല്ല വസ്ത്രം ഇട്ടതുകൊണ്ടോ കോട്ടും സൂട്ടും അണിഞ്ഞുകൊണ്ടോ തലപ്പാവ് അണിഞ്ഞതുകൊണ്ടോ ഷാളിട്ടതുകൊണ്ടോ ഒന്നും നമ്മൾ രക്ഷപ്പെടൂല. നല്ല ഗ്ലാമറുള്ള വ്യക്തി ആയതുകൊണ്ടൊന്നും ഗുണകാംക്ഷകവനല്ലവനായിട്ട് എഴുതാൻ പറ്റൂല. സമൂഹത്തിൽ ഒരുപാട് നന്മ ചെയ്യുന്നു, അവൻ എന്തിന്റെ പേരിൽ ആളുകളുടെ മുന്നിൽ പ്രശസ്തിക്കും അംഗീകാരത്തിനും വേണ്ടി ചെയ്തതായിരിക്കും. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് അള്ളാഹു വിലയിരുത്തുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്താ ചെയ്തത് സഹോദരങ്ങളെ? ചിന്തിക്കുക. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ലമ്മാ മർറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ ലോകൈക ഗുരു നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോടായി പറഞ്ഞു, തഖല്ലലൂ, പല്ലൊന്നു കുത്തണേ, പല്ലൊന്നു കുത്തണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ പല്ല് കുത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഫവല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം നബിയെ, ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിക്കാത്ത ഞങ്ങളോട് എന്ത് അർത്ഥത്തിലാണ് പല്ല് കുത്താൻ പറഞ്ഞത്? അല്ല, മട്ടനോ ബീഫോ ഒക്കെ അടിച്ചവരല്ലേ തങ്ങളെ കല്ലുകുത്തേണ്ടതുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല, പട്ടിണി കിടക്കുന്ന ഞങ്ങൾ എന്തിനാണ് പല്ല് കുത്തുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവരോടായി പറയുകയാണ്, ഞാൻ നിങ്ങളിൽ കാണുകയാണ്, നിങ്ങൾ അന്യരാകുന്ന ഒരു മനുഷ്യന്റെ ഫനായി ഫസാദും നിങ്ങൾ പറഞ്ഞില്ലയോ? അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ, അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നീല ലഹ്മ ഫുലാനിൻ ബൈന സനായാകും, നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ മറ്റൊരുത്തനെ കുറിച്ച് അപരാധം പറഞ്ഞതിന്റെ പേരിൽ, അവരനെ കുറിച്ച് ദൂഷണം പറഞ്ഞതിന്റെ പേരിൽ, പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ പച്ചമാസം ഞാൻ കാണുന്നുണ്ട്, അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കടയിൽ പോയി കഴിയുമ്പോൾ 2-3 കോലെടുത്ത് പോകത്തിട്ടേക്കണം എക്സ്ട്രാ. കാരണം കുത്താനേ നേരമുള്ളൂ. ജനങ്ങളെ കുറിച്ച് ഫനായും ഫസാദും പറയാൻ ഇല്ലാത്തൊരു നേരം നമ്മുടെ ആളുകൾക്കില്ല. ഒരാൾ ഇങ്ങനെ അങ്ങോട്ട് പോയി, അതൊരാണാകട്ടെ പെണ്ണാകട്ടെ, കവലയിരിക്കുന്നവന് ഉടനെ അവന്റെ പച്ചയിറച്ചി തിന്നാൻ. പള്ളി വന്നതാണ് ഇത്തിക്കാഫിനെ നിയ്യത്ത് വെച്ച്, പള്ളിക്കകത്തിരിക്കുന്ന ഹാജിയാര് അവിടെ ഇരുന്ന് ദിക്റില്ല, തസ്ബീഹ് പിടിച്ചിട്ട് പള്ളിയുടെ വെളിയിൽ വന്നിരിക്കും. ഓടി കൂടെ പോകുന്നവരെ കുറിച്ച് മുത്തല്ലിമും ആലിമും ഉസ്താദും എല്ലാവരും അവരുടെ ഇറച്ചിയാണ്, നല്ല ടേസ്റ്റ്, നല്ല റാഹത്ത്, നല്ല ഇറച്ചി, വീണ്ടും വീണ്ടും തിന്നോണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ് ചെല്ലുന്നുമുണ്ട്, ഇറച്ചി തിന്നുന്നുമുണ്ട്. ഇത് തന്നെ പരിപാടി. എടാ, അകത്ത് പോയിരിക്കും, കിബിലക്ക് അഭിമായിട്ടിരിക്കും, ഖുർആൻ ഓത്, ദിക്ർ ചെല്ല്, അനങ്ങാതെ അവിടെ 10 മിനിറ്റ് ഇരുന്നിട്ട് ദിക്ർ ചെല്ല്. സുബഹി കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ ചെയ്താൽ ഉംറ നിർവഹിച്ച പ്രതിഫലം. قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة تامة تامة. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലിക്കൊണ്ടൊരു സമൂഹം നിലകൊണ്ടാൽ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമേ, ഉറപ്പാണ്. തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ. 80ഉം 90ഉം 1 ലക്ഷവും ഒക്കെ മുടക്കി ഉംറയ്ക്ക് പോകാൻ സമ്പാദ്യമില്ലാത്ത പാവങ്ങളെ എല്ലാ ദിവസവും ഉംറ നിർവഹിക്കാനുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുകയാണ്. മുടങ്ങാതെ അവ്വൽ വഖത്തിൽ സുബഹി നിസ്കരിച്ച് ഉദയത്തിന്റെ സമയം നോക്കി മനസ്സിലാക്കി അതുവരെ ഖിബിലക്ക് അഭിമുഖമായിരുന്നു ഖുർആൻ ഓതി ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടാൽ പരിപൂർണമായ 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 ഉംറ നിർവഹിച്ച പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അതിന് പള്ളിയിൽ പോകണം. സുബഹിക്കരിക്കാൻ പള്ളിയിൽ പോയവരുടെ കാര്യമായി പറയുന്നത്. നിസ്കരിക്കാത്തവനെ കുറിച്ച് എന്ത് കാര്യം? ഇത് പുതപ്പ് കൂടി കിടന്ന് ഉറങ്ങാൻ. ആചാര്യ നിസ്കരിക്കാൻ പള്ളിപ്പെട്ട് എത്ര നാളായി? സ്വന്തം ഭാര്യയെ കുടുംബത്തെ വിളിച്ചുണർത്തുന്നില്ല. സുബഹി നമസ്കരിക്കാതെ കടന്നുറങ്ങുന്നവരെ എഴുതി വെച്ചോ, നിന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും ഇല്ലാതാകുന്ന ഒരു ദിനം വരും തീർച്ചയാണ്. സുബഹിക്കരിക്കാതെ കടന്നുറങ്ങുന്നവൻ ഒഞ്ചിയം ജമാഅത്തിന്റെയും കുഞ്ഞിപ്പള്ളി പള്ളിയുടെയും പരിസരങ്ങളിലൊക്കെ കടന്നുറങ്ങുന്ന പ്രിയപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങൾ, പള്ളിയുടെ പരിസരങ്ങളിൽ കടക്കുന്നതാകുന്ന വിശ്വാസികൾ പഠിച്ചു വെച്ചോ, സുബഹിയുടേതാകുന്ന വക്കത്ത് ഗൗനിക്കാതെ പുതച്ചു കിടന്നുറങ്ങുന്നവരെ നിന്റെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകും. എഴുതി വെച്ചോ, പട്ടിണി മാറൂല. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങല്ലേ, പിടിക്കും പടച്ചവൻ. അതുകൊണ്ടാണ് ജീവിതത്തിൽ ബറക്കത്തില്ലാത്തത്. പക്ഷെ അതെ, മകന് ജോലിയില്ല. എങ്ങനെ ജോലി ഉണ്ടാവും? അവൻ ഇന്ന് വരെ നിസ്കരിച്ചിട്ടുണ്ട്, പള്ളി കണ്ടിട്ടുണ്ടാവും. പള്ളിയുടെ കിബില എങ്ങോട്ടാന്ന് അറിയാവോ? വീട്ടിൽ തന്നെ അവന് കിബില നിർണ്ണയിക്കാൻ അറിയാൻ വരും. എങ്ങോട്ടോ തിരിഞ്ഞു നിൽക്കുക. പള്ളി കണ്ടിട്ടില്ല, വഖത്തുകൾ ശ്രദ്ധിച്ചിട്ടില്ല, ജുമുഅയും ജമാഅത്തും കൃത്യതയില്ല. പിന്നെ എങ്ങനെ മക്കള് സാലിഹീങ്ങളാകും? മക്കളുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്തുണ്ടാകും? വല്ല ദിക്ർ ചെല്ലലുണ്ടോ? നാവ് കൊണ്ട് ഇപ്പോഴും ഫനാ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഫസാദ് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അങ്ങനെ പറയുന്ന ആളുകൾക്ക് നാശമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തുന്നാർ വറഅയ്തു അക്സറ അഖ്ലിഹാ അന്നിസാ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നരകത്തെ ഞാൻ കണ്ടപ്പോ അതിലേറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറയുകയാണ്, വറഅയ്തു ഫീഹാ ഇംറഅത മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ. നരകത്തിന്റെ നടുക്കളത്തിലുള്ളതാകുന്ന തീജ്വാലകൾ കൊണ്ട് തീർക്കപ്പെട്ട ഒരു തൂണിലേക്ക് ഒരു പെണ്ണിന്റെ നാവ് വലിച്ചു കെട്ടപ്പെട്ട നിലയിൽ കണ്ടപ്പോ എന്റെ ഹൃദയം പിടഞ്ഞുപോയി. ഞാൻ എന്റെ പ്രിയപ്പെട്ട ജിബ്രീലിനോട് ഉടനടി ചോദിച്ചു പോയി, മൻഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ പെണ്ണ്? ഏതായി പെണ്ണ്? നരകത്തിന്റെ നടുക്കളത്തിലെ തൂണിനോട്, തീജ്വാലകൾ പറന്ന തൂണിനോട് വെച്ച് നാവ് വലിച്ചു കെട്ടപ്പെട്ട ഈ പെണ്ണ് ഏതാണ്? വലിച്ചു വെക്ക നാവ് കൊണ്ടുണ്ടാകുന്ന അദാബ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഫഖാല ലി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു. റസൂലുള്ളാഹി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് ജിബ്രീൽ പറഞ്ഞു, നബിയേ നബിയേ, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നാവ് നീളമുള്ള പെണ്ണാണ് റസൂലേ. ഭർത്താവിനെ കുറിച്ച് സ്വന്തം കുടുംബത്തോട്, സമൂഹത്തോട്, നാട്ടുകാരോട്, കൂടെ പഠിച്ച കൂട്ടുകാരികളോട്, ബന്ധുക്കളോട് അനാവശ്യമാകുന്ന ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെണ്ണാണ്. എത്ര കൊടുത്താലും മതിയാവില്ല, എത്ര കൊടുത്താലും മതിയാവില്ല. ഏതെല്ലാം സമ്പത്ത്, ഏതെല്ലാം വസ്ത്രം കൊടുത്താലും 40 കൊല്ലം കഴിഞ്ഞാലും ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നടക്കുന്നതായ സ്ത്രീയാണ് അവളെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാവിന് നീളമുള്ള പെണ്ണാണ്. ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ. മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നു, നാവിന് നീളം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി നാക്ക് അളത്തി നോക്കാനല്ല, സ്കെയിൽ വെച്ചിട്ട്. നാവിന് നീളം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഫനായും ഫസാദും പറഞ്ഞെടുക്കുക, എപ്പോഴും കുറ്റം. അത് തന്നെയാണല്ലോ പരിപാടി. ഒരു പെണ്ണ് വീട്ടിൽ പിണങ്ങി നിൽക്കുക എന്ന് അറിയണമെങ്കിൽ അവളുടെ DP നോക്കിയാൽ മതി. വാട്സാപ്പിൽ അന്നറിയാം. DP അതിനനുസരിച്ചായിരിക്കും ഇട്ടിട്ടുണ്ടാവും. കലിപ്പ് മൂവ്മെന്റാണ്, ഭയങ്കര ദേഷ്യം, ഭർത്താവുമായി പണക്കത്തിലാണ്. ഇങ്ങനെ തന്നെ ചെറുപ്പക്കാരുണ്ട്. ഇത് സമൂഹത്തെ അറിയിക്കാൻ. അപ്പൊ കൂട്ടുകാർ ചാറ്റ് ചെയ്യാണ്, എന്താണ് ഈ വിഷയം? അപ്പോൾ ഉടനെ വിഷയം എല്ലാം അങ്ങനെ പറയും, ഇവിടെ ത്യാഗ പ്രശ്നങ്ങളാണ്. ഇയാളുടെ കൂടെ ജീവിച്ചിട്ട് ഇന്ന് വരെ ഒരു സുഖറാഹത്തില്ല. 30 കൊല്ലമായി. തലേന്ന് 30,000 രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറ്റവും പറയും തന്നെ നടക്കുക. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അതാപാണ്.
അങ്ങനത്തെ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ ഭർത്താവിന് ജീവിതത്തിൽ സന്തോഷമേ ഇല്ല, സമാധാനമില്ല, എപ്പോഴും കുറ്റം, എപ്പോഴും കുറ്റം, 50 കൊല്ലം കഴിഞ്ഞാലും കുറ്റം. പക്ഷെ തിരിച്ച് സ്നേഹം കൊടുക്കണം കേട്ടോ, കൊടുത്തില്ല കാര്യമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലി, കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു. ഒരു ഭർത്താവിന്, ഒരു ചെറുപ്പക്കാരന്, ഒരു സഹോദരന്, ഒരു മുസ്ലിമായ വ്യക്തിക്ക് ഒരു വീട്ടിൽ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ റസൂലുള്ള വീട്ടിൽ ചെയ്തിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. വീട്ടിൽ വല്ല പണിയും കൂടെ എടുക്കണം, സാധാ പണി ഇഷ്ടം പോലെ എടുക്കുന്നു. വീട്ടിൽ പെണ്ണുങ്ങൾ വെച്ചാൽ കപ്പയും കോഴിയൊക്കെ നമ്മളെ തിന്നു തീർക്കുന്നു, പൊറോട്ട ബീഫൊക്കെ നമ്മൾ തിന്നു തീർക്കും. അവൾ അരിയുന്ന മാങ്ങ കൈയിട്ട് വാരി തിന്നു, ആ പണിയല്ല, അതെല്ലാവർക്കും പറ്റും. പെണ്ണുങ്ങളെ സഹായിക്കുക, സവാള അരിയുക, പാത്രം കഴുകുക, അല്ലെങ്കിൽ തേങ്ങ പൊതിക്കുക, അതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. നടുവ് ഉളുക്കിയിട്ട് 3 ദിവസത്തേക്ക് ആചാര്യ പിന്നെ പള്ളിയിലും ഇല്ല, ഹലാക്കായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പാത്രമൊക്കെ ഒന്ന് കഴുകി നോക്കണം. ഒരു 10 പ്ലേറ്റ് ഇവിടെ വീട്ടിൽ കഴുകാനുള്ളത് അങ്ങോട്ട് വെച്ചു കൊടുക്കണം ഭർത്താവിന്റെ കയ്യിൽ. കഴുകി നോക്കണം, പെണ്ണുങ്ങളെ സഹായിച്ചു. അപ്പൊ അറിയാം പെണ്ണുങ്ങളുടേതാകുന്ന മനസ്സിലുള്ള അവരുടേതാകുന്ന പ്രയാസങ്ങളും അവർ നമുക്ക് വേണ്ടി സഹിക്കുന്നതാകുന്ന സഹിഷ്ണുതയും നമ്മളോടുള്ള സ്നേഹവും ഒക്കെ തിരിച്ചറിയുന്നത് അവിടെയാണ്. നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും കുറ്റം പറയും, പക്ഷെ ആ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ അറിയണമെങ്കിൽ ഒന്ന് അടുക്കള ഒരു 10 മിനിറ്റ് അവരോടൊപ്പം ഒന്ന് തീർന്നു നോക്കണം. അതുപോലെ തന്നെ പുരുഷന്മാരും നമ്മുടെ ഭാഗം അങ്ങനെ തന്നെയാണ്. പകലന്തിയോളം നീ കഷ്ടപ്പെടുന്നത് പെണ്ണുങ്ങളെ കൊണ്ട് സാധ്യമല്ല. 2 ദിവസം ഒരുമെടുക്കും. ഈ പൊരു വയലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പ്രവാസ ലോകത്ത് കിടക്കുന്ന എത്രയോ പ്രവാസികളുണ്ട് നമ്മുടെ നാട്ടുകാർ. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അവരുടെ സഹായങ്ങളൊക്കെയല്ലേ നമ്മുടെ പള്ളികളും മദ്രസകളിലും ദീനി സ്ഥാപനങ്ങളൊക്കെ വൃത്തിയായി നടന്നു പോകുന്നത്. അല്ലാഹു നമ്മുടെ പ്രവാസികൾക്കും നാട്ടിലുള്ള സഹോദരങ്ങൾക്കും കൂലിത്തൊഴിലാളികൾക്കും അടക്കം എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. നമ്മൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ചിന്തിക്കണം, നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തെങ്കിലേ തിരിച്ചു കിട്ടുള്ളൂ. അതിനെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതൊക്കെ ചെയ്യണം. നബി തങ്ങൾ അടുക്കളയിൽ എപ്പോഴും ഉണ്ട്, വീട്ടിലുണ്ടെങ്കിൽ സ്ത്രീകളുമായി സഹവസിക്കും, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, ഹദീസാണ്. വീട്ടിൽ എപ്പോഴും ഞങ്ങളെ സഹായിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ.